നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്കും ഈ പരിപാടിയുടെ ഭാഗമാകാം. ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏതെങ്കിലും വിഷയങ്ങൾ ഞങ്ങൾ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് അവസരമുണ്ട്. 0484-2830-510 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരേണ്ടതുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി ആ ദൃശ്യങ്ങളും അയച്ചു തരാം. 6235968937 ഈ നമ്പർ വഴി വാട്സാപ്പ് വഴി ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യാം. അപ്പോൾ സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമാകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പുതിയ മുന്നറിയിപ്പുകൾ ഇപ്പോൾ വരികയും ചെയ്യുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. പത്തനംതിട്ടയിൽ കനത്ത മഴയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാടിനുള്ളിൽ കുടുങ്ങിയെന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും, ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും, മിഥില ബാലൻ കോഴിക്കോട് നിന്നും, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്കാണ്. അലക്സ്, എന്തൊക്കെയാണ് പുതിയ മുന്നറിയിപ്പുകൾ? അലക്സ്. ഉന്മേഷ, ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമാകുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. പ്രധാനമായി ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വാധീനമുണ്ട്. ഒപ്പം ഈ തെക്കു പടിഞ്ഞാറൻ കാറ്റ് അത് കേരള തീരത്തേക്ക് അനുകൂലമായി വീശുകയാണ്. അത് ശക്തമാകുന്നു കേരള തീരത്തേക്ക് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാൽ അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനക്കാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണുന്നുണ്ട്. അത്തരമൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പലയിടങ്ങളിലും സാധ്യതയുണ്ട്. ഇന്ന് സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി ഈ ഘട്ടം പങ്കുവയ്ക്കാനുള്ളത്. പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നു. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നാളെ 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തൊട്ടടുത്ത ദിവസങ്ങളിലും സമാനമായി വടക്കൻ കേരളത്തിലെ കൂടുതൽ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട മുന്നറിയിപ്പുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയോര മേഖലയിലും വടക്കൻ കേരളത്തിലുമാണ് ആ ജാഗ്രത തുടരേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാനുള്ളത്. കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ആഗോള മഴപ്പാത്തി MGO പ്രതിഭാസത്തിൻ്റെ സ്വാധീനം വരും ദിവസങ്ങളിൽ പശ്ചിമ പസഫിക്കിലും അതുപോലെ തെക്കൻ ചൈനാക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉണ്ടാകും. അതിനാൽ ചക്രവാത ചുഴികളും അതുപോലെ ന്യൂനമർദ്ദങ്ങളും രൂപപ്പെടാനുള്ള സാധ്യത ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത് വരുന്ന 10 ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതിൻ്റെ സ്വാധീന ഫലമായിരിക്കും കാലവർഷക്കാറ്റ് കേരളത്തിലേക്ക് കൂടുതൽ സജീവമാകുന്നതും ഈ കാലവർഷം സജീവമായി തന്നെ പെയ്യാൻ സാധ്യതയുള്ളതും എന്ന പ്രവചനമാണ് അവർ നൽകുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു മുന്നറിയിപ്പുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കടലിൽ ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെയൊക്കെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് കടലിൽ സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ പോകരുതെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത തുടരേണ്ടതുണ്ട്. ഒപ്പം സർക്കാർ സംവിധാനങ്ങൾ കൂടി ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി അലക്സ്, അതാണ് സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ നിലനിൽക്കുന്ന മഴ മുന്നറിയിപ്പുകൾ. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒട്ടേറെ പ്രേക്ഷകർ മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ഷാനു പറയുന്നത് മഴയിൽ കുതിർന്ന ഗുഡ് ഈവനിങ് എന്നുള്ളതാണ്. ഗുഡ് ഈവനിങ് ഷാനു. വിനീത് നാരായണൻകുട്ടിയും ഗുഡ് ഈവനിങ് അറിയിക്കുന്നുണ്ട്. സുനിൽ ലാൽ പറയുന്നത് പൊതുജനം കഴുതയല്ല എന്നല്ലേ പരിപാടിയുടെ പേര്. അങ്ങനെ പൊതുജനം കഴുതയല്ല സർ
എന്നാണ് പരിപാടിയുടെ പേര്. കെ ശിവദാസ് പറയുന്നു, നല്ല മഴ വന്നാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒലിച്ചു പോകും, അപ്പോൾ അതുവഴി കൊതുക് ശല്യം കുറയുമെന്നാണ് കെ ശിവദാസ് പറയുന്നത്. ജോസ്വിൻ കോട്ടയത്തെ മഴയുടെ കാര്യം അറിയിക്കുന്നുണ്ട്. കോട്ടയം മറ്റക്കര കനത്ത മഴ, കാറ്റായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റയീസ് ബാവ പറയുന്നു, മലപ്പുറത്ത് ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാണ്, ഇതുവരെ നിന്നിട്ടില്ല എന്ന് പറയുന്നു. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നു, പാലക്കാട് ജില്ലയിൽ മഴ ശക്തമല്ലെങ്കിലും ചെറിയ ചാറ്റൽ മഴയുണ്ടെന്ന് പറയുന്നു. പവിത്രൻ പാതിരിപ്പറ്റ പറയുന്നു, കോഴിക്കോട് തുടങ്ങിയ മഴ ഇതുവരെ തോർന്നിട്ടില്ല, ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ വരുന്നു. പരവൂരിൽ നല്ല മഴയുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മഴ വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. നമ്മൾ ഇനി പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വനത്തിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാറാണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇവർക്ക് പുറത്തേക്ക് വരാനായിട്ടുണ്ടോ? ശ്രീജിത്ത്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് വനം വകുപ്പ് ജീവനക്കാർ കൊക്കാത്തോടിലെ വനമേഖലയിലേക്ക് പരിശോധനയ്ക്കായി പോയത്. ഈ മേഖലയിൽ സാധാരണ നടത്തുന്ന പരിശോധനയാണ്. 5 അംഗ സംഘമാണ് പോയതെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഈ 5 അംഗ സംഘത്തിൽ ഒരു വനിതയുമുണ്ട്. എന്തായാലും അടുക്കളപ്പാറ ഭാഗത്ത് വെച്ച് ഇവർക്ക് വഴിതെറ്റി. അതിന് പ്രധാനപ്പെട്ട കാരണം ശക്തമായ മഴ വനത്തിൽ ഉണ്ടായിരുന്നു. കാര്യമായ രീതിയിൽ മൂടൽ മഞ്ഞും ഈ പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ ഇവർ ഏത് ഭാഗത്താണ് ഉള്ളത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഒരേക്കർ എന്ന പ്രദേശമുണ്ട്. മേഖലയിലൂടെ താഴേക്ക് ഇറങ്ങാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ, റേഞ്ച് ഓഫീസർ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ അടക്കം പരിശോധിച്ച ശേഷം ആ മേഖലയിലേക്ക് നീങ്ങാനാണ് തീരുമാനം. ഇവർക്ക് വഴി തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ദുഷ്കരമായ കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവരെ താഴേക്ക് വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ശക്തമായ മഴയാണ് പത്തനംതിട്ടയുടെ മലയോര മേഖലയിൽ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി ശ്രീജിത്ത്, അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്നാണ് ശ്രീജിത്ത് ശ്രീകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. കട്ടപ്പനയിൽ നല്ല മഴയെന്ന് ജോബിൻ കട്ടപ്പന പറയുന്നുണ്ട്. സിനു പൊന്നാനിയിൽ മഴ കുറവാണെന്ന് പറയുന്നുണ്ട്. മറൂട്ടിച്ചാൽ നല്ല മഴ എന്ന് പറയുന്നു. കരിപ്പൂരിൽ നല്ല മഴയാണെന്ന് അലക്സാണ്ടർ പറയുന്നുണ്ട്. പെട്രോമാക്സ് എന്ന അക്കൗണ്ടിൽ നിന്ന് പറയുന്ന മൂവാറ്റുപുഴയിലും നല്ല മഴയാണ് എന്നുള്ളതാണ്. അങ്ങനെ മഴ വിവരങ്ങൾ സജീവമായി പ്രേക്ഷകർ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇനി കോട്ടയത്തേക്കാണ് പോകുന്നത്. ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, കോട്ടയത്ത് നല്ല മഴയുണ്ടെന്ന് ചില പ്രേക്ഷകരൊക്കെ പ്രതികരിക്കുന്നുണ്ട്. നിലവിൽ എന്താണ് സാഹചര്യം? എന്തൊക്കെയാണ് ജില്ലയിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? ടോബി. ഉന്മേഷ്, തീർച്ചയായിട്ടും പ്രേക്ഷകർ പറഞ്ഞതുപോലെ തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് അതിശക്തമായിട്ടുള്ള മഴ പല മേഖലകളിലും ഉണ്ടായത്. കിഴക്കൻ മേഖലയിൽ പ്രത്യേകിച്ചും കൂട്ടിക്കൽ പോലെയുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തി. ഇതേ തുടർന്ന് പുല്ലകയാറ്റിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ജില്ലയുടെ മറ്റു മേഖലകളിൽ നഗരമേഖലകളിലും അതുപോലെ തന്നെ ഈരാറ്റുപേട്ട, പാലാ പോലെയുള്ള പ്രദേശങ്ങളിലും മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂട്ടിക്കൽ പോലെയുള്ള മേഖലകളിൽ 4 മണിക്ക് ശേഷം മഴയ്ക്കൊരല്പം ആശ്വാസമുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ചാറ്റൽ മഴ ഇവിടെയും പെയ്യുന്നുണ്ട്, ഇപ്പോഴും പെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയിൽ ശക്തമായിട്ടുള്ള മഴ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് 4 മണിക്ക് ശേഷം പല സ്ഥലങ്ങളിലും അതിശക്തമായിട്ടുള്ള കാറ്റ് വീശുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും നിലവിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വരും മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കോട്ടയത്ത് ഇപ്പോഴുള്ളത്. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്തെ വിവരങ്ങൾ നൽകിയത്. മിഥില ബാലൻ ചേരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട്ടെ വിവരങ്ങളുമായി. മിഥില, കോഴിക്കോടും നല്ല മഴയാണോ ഇപ്പോൾ? മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. മിഥില, കോഴിക്കോട്ടെ നിലവിലെ സാഹചര്യം എന്താണ്? കനത്ത മഴയാണോ? ഉന്മേഷ്, നിലവിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ കോഴിക്കോട് ജില്ലയിൽ മഴയുണ്ട്. ഉച്ചയ്ക്ക് 1 മണി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ പേരാമ്പ്ര, നാദാപുരം, കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലാണ് കടുത്ത മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ ജില്ലയിൽ യെല്ലോ അലേർട്ടാണുള്ളത്. കടുത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ കനത്ത മഴ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഹോട്ട്സ്പോട്ടുകൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയത് മുൻ വർഷങ്ങളിൽ കാലവർഷത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായ പ്രദേശങ്ങൾ, മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങൾ, അത്തരം പ്രദേശങ്ങളെല്ലാം തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഹോട്ട്സ്പോട്ടുകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ചാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് തീരദേശ മേഖലകളിലാണ്. തീരദേശ മേഖലകളിലും മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
കുറ്റ്യാടിയിൽ ഒരു അനിഷ്ട സംഭവം എന്നത് കുറ്റ്യാടിയിൽ ഒരു വീട് പൂർണ്ണമായും കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. കിണറും ഒപ്പം തന്നെ കിണറിന്റെ ചുറ്റുമതിലും മോട്ടോർ പമ്പ് വെക്കുന്ന സ്ഥലവും അങ്ങനെ എല്ലാം തന്നെ ഇടിഞ്ഞു താഴ്ന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് കുറ്റ്യാടിയിലാണ് സംഭവിച്ചത്. ചിലയിടങ്ങളിൽ ഉച്ചയ്ക്ക് മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. നിലവിലിപ്പോൾ കോഴിക്കോടിന്റെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ശരി മിഥില, അപ്പോൾ കോഴിക്കോട് ജില്ലയിലും നല്ല മഴയാണ്. പ്രേക്ഷകർ ആലപ്പുഴയിലെ മഴയുടെ കാര്യം അറിയിക്കുന്നു. ആലപ്പുഴ മഴ ലീവ് വേണമെന്നാണ് ആവശ്യം. കൽപ്പറ്റ നല്ല മഴയാണെന്ന് ഷീജ അറിയിക്കുന്നുണ്ട്. കണ്ണൂർ ആലക്കോട് മഴ ആവറേജ് എന്ന് പറയുന്നു. സുൽത്താൻ ബത്തേരിയിലെ മഴയുടെ കാര്യം ബേബി ജോസഫ് അറിയിക്കുന്നു. വടകരയിലെ മഴയുടെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റയീസ് ബാവ മലപ്പുറത്തെ മഴയുടെ കാര്യം പറയുന്നുണ്ട്. അലിക്കുട്ടി മലപ്പുറം പെരുവള്ളൂരിൽ നല്ല മഴയാണെന്ന് പറയുന്നു. TVM ചാറ്റിലെ മഴയാണ്, 2.5 മണിക്കൂർ കൊണ്ട് നല്ല മഴയാണെന്ന് പറയുന്നു. മുക്കത്തെ മഴയുടെ കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ പലയിടങ്ങളിലും പല ജില്ലകളിലും ശക്തമായ മഴയുണ്ട്. കൊടുവള്ളിയിൽ മഴ 3 മണിക്കൂറായി തുടരുന്നു എന്നാണ് ഒരു പ്രേക്ഷകൻ അറിയിക്കുന്നത്. മിനി ബാബു പറയുന്ന ആലപ്പുഴയിൽ ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ 24ന്റെ കുട കിട്ടിയിട്ട് ഇന്നാണൊന്ന് പിടിച്ച് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് എന്നാണ് മിനി ബാബു അറിയിക്കുന്നത്. വടകര തിരുവള്ളൂരിൽ നല്ല മഴ കിട്ടിയെന്ന് ഇസ്മയിൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ പല ജില്ലകളിലെ മഴ സാഹചര്യം പ്രേക്ഷകർ തന്നെ നമ്മെ അറിയിക്കുന്നുണ്ട്. നമ്മളിനിയും പോകുന്നത് AV ജയശങ്കറിലേക്കാണ്. അവിടെ തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ കുളത്തൂപ്പുഴയ്ക്കും തെന്മലയ്ക്കുമിടയിൽ കൂവക്കാട് വലിയ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. AV ജയശങ്കറിലേക്ക്. ജയശങ്കർ, ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉന്മേഷ, ഇതുവരെ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടില്ല. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിലാണ് ഇത്തരത്തിൽ 5:45 വലിയൊരു മരം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മരം വീണതിന് പിന്നാലെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പ്രദേശത്തെ ഗതാഗതം പൂർണ്ണമായി നിലച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അതുകൊണ്ട് തന്നെ പല വണ്ടികളും ഇതുവഴിയാണ് വരുന്നത്. എന്തായാലും നിലവിൽ വാഹനങ്ങളെല്ലാം കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഫയർഫോഴ്സ് ഇതുവരെ പ്രദേശത്ത് എത്തിയിട്ടില്ല എന്നൊരു പരാതിയുമുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് ഉടൻ എത്തി മരം മുറിച്ചു നീക്കിയാൽ മാത്രമേ പ്രദേശത്തെ ഗതാഗതം പൂർണ്ണ സ്ഥിതിയിലാക്കാനാകൂ. എന്തായാലും പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറായി വലിയ തോതിലുള്ള കാറ്റും മഴയും അനുഭവപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പൊടുന്നനെ ഒരു മരം റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വനമേഖലയാണ്, അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഉള്ള മരങ്ങൾ റോഡിന് ഇരുവശത്തുമായി ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു മരമാണ് നിലവിൽ റോഡിലേക്ക് വീണിരിക്കുന്നത്. ഈ കൊല്ലം ജില്ലയുടെ മലയോര മേഖലകളിൽ വലിയ തോതിലുള്ള മഴ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു. ഒപ്പം കാറ്റുമുണ്ട്. നിലവിൽ ചാറ്റൽ മഴ മാത്രമാണ് പ്രദേശത്തുള്ളത്. പക്ഷേ ഈ റോഡിലെ ഗതാഗതം ഇതുവരെ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഫയർഫോഴ്സും മറ്റും അല്പസമയത്തിനുള്ളിൽ സ്ഥലത്തെത്തുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കിയാൽ മാത്രമേ ഗതാഗതം പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാനാകുകയുള്ളൂ. ഉന്മേഷ്, ശരി. അപ്പോൾ ചെങ്കോട്ട തിരുവനന്തപുരം അന്തർ സംസ്ഥാന പാത വഴി കടന്നു പോകണം എന്ന് കരുതിയിരുന്നവർ ഓർക്കുക, അവിടെ വലിയ ഒരു മരം വീണ് താൽക്കാലികമായി ഗതാഗത തടസ്സമുണ്ട്. അത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആ വഴി യാത്രക്കൊടും ഒരുങ്ങുന്നവർ ഓർക്കുക. റീന സതീശൻ പറയുന്നുണ്ട്, കണ്ണൂർ ഉച്ച മുതൽ തുടങ്ങിയ മഴയാണ്, ഇതുവരെ തോർന്നിട്ടില്ല, ശക്തമായ മഴയാണെന്ന് പറയുന്നു. സുൽത്താൻ ബത്തേരിയിലെ മഴയുടെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രേക്ഷകർ. അതോടൊപ്പം തന്നെ ആൽഫ എന്ന അക്കൗണ്ടിൽ നിന്ന് പറയുന്നത്, മഴയെ പേടിപ്പിച്ചോടിക്കല്ലേ പെയ്യട്ടെ എന്നാണ് ആൽഫ എന്ന അക്കൗണ്ടിൽ നിന്ന് വരുന്ന പ്രതികരണം. അങ്ങനെ പല ഇടങ്ങളിലെ മഴയുടെ കാര്യം പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മളിനി നേപ്പാളിലേക്കൊന്ന് പോവുകയാണ്. നേപ്പാളിൽ പ്രളയം, മണ്ണിടിച്ചിലിൽ 2 ബസ്സുകൾ ഒലിച്ചുപോയി. മരിച്ചവരിൽ 7 ഇന്ത്യക്കാരുമെന്നാണ് റിപ്പോർട്ടുകൾ. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതേസമയം അസമിലും പ്രളയക്കെടുതി രൂക്ഷമാണ്. വിവിധ ജില്ലകളിലായി 14 ലക്ഷത്തോളം പേർ ദുരിതത്തിലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് പുലർച്ചെ 3:30 അപകടമുണ്ടായത്. കാഠ്മണ്ഡുവിലേക്ക് പോവുകയായിരുന്ന ഏഞ്ചൽ ബസ്സും കാഠ്മണ്ഡുവിൽ നിന്ന് റൌത്താഹട്ടിലേക്ക് വരികയായിരുന്ന ഗണപതി ഡീലക്സ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്നാണ് ബസ്സുകൾ ഒഴുക്കിൽപ്പെട്ടത്. 2 ബസ്സുകളിലായി ഡ്രൈവർമാരടക്കം 63 പേർ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. 7 ഇന്ത്യക്കാർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കനത്ത മഴയും തൃശൂലി നദി കരകവിഞ്ഞൊഴുകുന്നതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അപകടം ഏറെ ദുഃഖകരമെന്നും കാണാതായവരെ എത്രയും വേഗം കണ്ടെത്താനും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനും നിർദ്ദേശം നൽകിയതായും നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹൽ വ്യക്തമാക്കി. കാഠ്മണ്ഡുവിൽ നിന്ന് ഭരത്പൂർ, ചിത്വാൻ എന്നിവിടങ്ങളിലേക്കുള്ള മുഴുവൻ വിമാന സർവീസുകളും റദ്ദാക്കി. അസമിലും പ്രളയക്കെടുതി തുടരുന്നു. 14 ലക്ഷത്തോളം പേർ ഇപ്പോഴും ദുരിതത്തിലാണ്. കച്ചാർ, ബാർപേട്ട, കാംരൂപ്, ഗോലാഘട്ട് തുടങ്ങി 26 ജില്ലകളിൽ വെള്ളക്കെട്ടുണ്ട്.
രാജസ്ഥാനിലെ ജയ്പൂരിലും ജമ്മുവിലും മഹാരാഷ്ട്രയിലും പലയിടങ്ങളിലും ശക്തമായ മഴയുണ്ടായി. മഹാരാഷ്ട്രയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ടാണ്. മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിനീത VG 24 ഡൽഹി. എല്ലായിടത്തെയും മഴയുടെ കാര്യം പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് പറയുന്നത് അവിടെ മഴയില്ല എന്നാണ് നിസാർ പറയുന്നത്. തൃശ്ശൂരിൽ മഴ ഉണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട്. കോട്ടക്കലിൽ മഴ ശക്തമായി എന്ന ഒരു പ്രേക്ഷകൻ അറിയിക്കുന്നുണ്ട്. അങ്ങനെ വിവിധയിടങ്ങളിലെ മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. തൊടുപുഴയിൽ മഴ ശക്തമാണെന്ന് ഓമനകൃഷ്ണൻ പറയുന്നുണ്ട്. ശ്രീരാജ് കാലിക്കറ്റ് പറയുന്നു ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാണ്. കോഴിക്കോട് ഇതുവരെ നിന്നിട്ടില്ല എന്ന് പറയുന്നു. കൊല്ലത്ത് നേരിയ മഴ മാത്രമേ ഉള്ളൂ എന്നാണ് അതുൽ പ്രകാശ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. കേരളം ഏറെ നാളായി കണ്ട ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ ദിവസമാണിന്ന്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ചരക്കു നീക്ക ട്രയൽ റണ്ണിന് തുടക്കമായി. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മേഴ്സ്കിന്റെ സാൻ ഫെർണാണ്ടോയെ തുറമുഖത്ത് ഔദ്യോഗികമായി സ്വാഗതം ചെയ്തു. ഇനി 3 മാസം ട്രയൽ റണ്ണാണ്. 2028ഓടെ സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എനിക്ക് പിന്നിൽ ഇക്കാണുന്നത് രാജ്യത്തിൻ്റെ അഭിമാനമാണ്. പത്തേമാരികളും പായ്ക്കപ്പലുകളും അടുത്ത തീരത്ത് ഇനി മുതൽ കൂറ്റൻ മദർഷിപ്പുകൾ എടുക്കും. കേരളത്തിൻ്റെ വികസന സാധ്യതകളിലേക്കുള്ള ട്രയൽ റൺ കൂടിയാണ് ഇന്ന് വിഴിഞ്ഞത്ത് നടന്നത്. കേരളത്തിൻ്റെ പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പാണ് അവസാനിച്ചത്. 2015 നിർമ്മാണം ആരംഭിച്ച് 9 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി ഇന്ന് ഔദ്യോഗിക ചരക്ക് നീക്കത്തിന് തുടക്കം കുറിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടെയ്നർ ബർത്തിൽ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് സ്വീകരണം നൽകി. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സനോവാൾ, തുറമുഖ അധികൃതർ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഔദ്യോഗിക ചടങ്ങിൽ മുഖ്യമന്ത്രി ട്രയൽ റണ്ണിന് തുടക്കം കുറിച്ചു. വിഴിഞ്ഞത്തെ വികസനത്തെ എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി മൻമോഹൻ സിംഗ് സർക്കാർ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചതിൽ വിമർശനമുയർത്തി. ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് പരാമർശിച്ചതേയില്ല. 2015 തുറമുഖത്തിനെതിരെ ഉയർത്തിയ എതിർപ്പുകളെ ന്യായീകരിച്ചു. 2012 ഇത് യാഥാർത്ഥ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കൺവെൻഷനുകൾ LDFിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ട്. 212 ദിവസം നീണ്ട ജനകീയ സമരം ഇതിനുവേണ്ടി നടന്നത് ഇതിൻ്റെ നാൾ വഴിയിൽ സ്ഥാനം പിടിക്കുകയാണ്. തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന് ഉമ്മൻചാണ്ടിയുടെ സംഭാവനകൾ കോവളം MLA M. വിൻസെന്റ് എടുത്തു പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് കൂടി പരിപാടിയിൽ ഉണ്ടാകേണ്ടതായിരുന്നുവെന്ന് M. വിൻസെന്റ്. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ വേദിയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കേന്ദ്രമന്ത്രി സർബാനന്ദ സനോവാൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ചു. I would like to congratulate the government of Kerala for its initiative and leadership in setting up of a new benchmark in the country's maritime sector by creating a new greenfield world-class port in the country. ഇനി എന്താണ് വിഴിഞ്ഞത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കുറച്ചുപേരുടെയെങ്കിലും ആകാംക്ഷയാണ്. അടുത്ത 3 മാസം ട്രയൽ റൺ, കൂറ്റൻ മദർഷിപ്പുകളെത്തും. ട്രയൽ റൺ ആണെങ്കിലും പൂർണ്ണ അർത്ഥത്തിൽ തുറമുഖം പ്രവർത്തിക്കും. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യമെത്തിയ സാൻ ഫെർണാണ്ടോ ഇന്ന് മടങ്ങില്ല. ഇന്നുച്ചയോടെ മുഴുവൻ കണ്ടെയ്നറുകളും ഇറക്കി യൂറോപ്പിലേക്ക് തിരിക്കുന്നതായിരുന്നു സാൻ ഫെർണാണ്ടോയുടെ ഷെഡ്യൂൾ. എന്നാൽ തുറമുഖത്തെ ഓരോ ക്രെയിനുകളും പരിശോധിച്ച് കൂടുതൽ സമയമെടുത്താണ് ഓരോ കണ്ടെയ്നറുകളും ഇറക്കുന്നത്. കണ്ടെയ്നറുകൾ ഇറക്കി കപ്പൽ തുറമുഖം വിടാൻ നാളെയാകുമെന്നാണ് സൂചന. മദർഷിപ്പ് തുറമുഖത്തിറക്കുന്ന കണ്ടെയ്നറുകൾ കൊൽക്കത്ത, മുംബൈ, ഗുജറാത്ത് തുറമുഖങ്ങളിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഇതിനായി നാളെയും മറ്റന്നാളും മുന്ദ്ര, കൊളംബോ തുറമുഖങ്ങളിൽ നിന്ന് ഫീഡർ കപ്പലുകൾ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ മദർഷിപ്പ് തിരിച്ചുപോകാൻ വൈകുന്നത് ഫീഡർ കപ്പലുകളെയും വൈകിപ്പിക്കും. സമുദ്ര സമ്പദ് വ്യവസ്ഥയിൽ കേരളത്തെ നിർണായക കണ്ണിയാക്കുന്നതാണ് വിഴിഞ്ഞം തുറമുഖം. വിദൂര തുറമുഖങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന ചരക്ക് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ദുബായ്, കൊളംബോ, സിംഗപ്പൂർ തുറമുഖങ്ങളാണ്. വലിയ മദർഷിപ്പുകൾക്ക് സുഗമമായി എത്താൻ കഴിയുന്ന വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ ലോകത്തിന്റെ വിശാല സാധ്യതകൾ വിഴിഞ്ഞത്തെ തേടിയെത്തും. വൻതോതിൽ വിദേശ നിക്ഷേപ സാധ്യതയും
കേരളത്തെ കാത്തിരിക്കുന്നു. കേരളത്തിന്റെ വികസന ഭൂപടം മാറ്റിമറിക്കുന്ന അഭിമാനകരമായ നിമിഷങ്ങളായിരുന്നു ഇന്നലെയും ഇന്നും. തെക്കു പടിഞ്ഞാറൻ കടലിൽ ഉദയസൂര്യനെ പോലെ നമ്മൾ കണ്ട സാൻ ഫെർണാണ്ടോ വരാനിരിക്കുന്ന നല്ല കാലത്തിന്റെ ആദ്യ കാഴ്ചയാണ്. ലോകമിനി ഈ കപ്പൽചാലിലൂടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കും. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. അപ്പോൾ നിത്യ ദിനേശ് പറയുന്നുണ്ട്, നാടിന്റെ വികസനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നുണ്ട്. കുമാരൻ പറയുന്നത് ഇതിന്റെ ഭാവി എന്താകുമോ എന്നൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതൽ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഒട്ടേറെ പ്രേക്ഷകർ ഈ മഴ വിവരങ്ങൾ കൂടുതലായി ഇപ്പോൾ അറിയിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. കട്ടപ്പന തൂക്കുപാലം മേഖലയിൽ മഴയാണ് എന്നുള്ള കാര്യമൊക്കെ ചില പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ നമ്മെ സജീവമായി തന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പൊൻകുന്നത്ത് മഴ എന്ന നീതുവും ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക മേഖലകളിലും ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. പോക്സോ കേസ് പ്രതിയായ പരിശീലകൻ എം മനുവിനെ തിരിച്ചെടുത്തതിൽ വീഴ്ച സംബന്ധിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചില കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യപ്രകാരമാണ് മനുവിനെ തിരിച്ചെടുത്തത്. കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചില്ല എന്ന് കുറ്റസമ്മതം. മനുവിന്റെ കോച്ചിംഗ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കാൻ ശുപാർശ ചെയ്തതായും അന്വേഷണവുമായി എല്ലാവിധത്തിൽ സഹകരിക്കുമെന്നും KCA ഭാരവാഹികൾ അറിയിച്ചു. ഇവിടെ ഞങ്ങൾക്ക് ഒരു വീഴ്ച, KCAക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇല്ല ഞങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ മനുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗല്ല, വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. അന്ന് ഞങ്ങൾക്ക് പറ്റിയ വീഴ്ച ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാകാതിരിക്കാം. ആ കുട്ടികളെയും പേരൻസിനെയും വിശ്വസിച്ചു. കാര്യം 12, 13, 13 വയസ്സുള്ള കുട്ടികളാണ് പറയുന്നത് തിരിച്ചു വരണം, തിരിച്ചെടുക്കണം, ഇത് കള്ളവരറിയാമെന്നത്. ഇത് ഞാൻ പറയുന്നത് വിത്ത് പ്രൂഫാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ പോലീസ് സ്റ്റേഷനിലും ഈ പറഞ്ഞ പേരൻസിലെല്ലാം പോയി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കാണിച്ചു തരാം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, വലിയ വിമർശനം ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ടല്ലോ, എന്താണ് KCA നൽകുന്ന വിശദീകരണം? ഹരികൃഷ്ണൻ. ഉന്മേഷ്, ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പരിശീലകനായ ഈ മനുവിനെതിരെ നേരത്തെ തന്നെ ലൈംഗിക പീഡന പരാതി ഉയരുകയും അതിൽ ഇയാൾ അറസ്റ്റിലാക്കുകയും കോടതിയിൽ ഈ ഇരമൊഴി മാറ്റി പറഞ്ഞതുകൊണ്ട് മാത്രം ജാമ്യം ലഭിച്ച് വീണ്ടും KCAയിൽ കോച്ചായി നിയമിതനാവുകയും ചെയ്ത ഒരാളാണ്. KCA നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വിശദീകരണം എന്ന് പറയുന്നത് ഇയാളെ ഈ സമയത്ത്, ഈ സംഭവത്തിന് ശേഷം തിരിച്ച് വീണ്ടും അതേ സ്ഥാനത്ത് എടുത്തതിൽ വീഴ്ച പറ്റി ജാഗ്രതക്കുറവുണ്ടായി എന്ന തരത്തിലൊരു കുറ്റസമ്മതമാണ് നടത്തുന്നത്. ഈ ഒരു മാസത്തിന് മുമ്പാണ് വീണ്ടും ഇയാൾക്കെതിരെ ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ലൈംഗിക പീഡന പരാതിയുമായി വരുന്നത്. ഈ ശുചിമുറിയിലടക്കം കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനത്ത് വെച്ച് പലയിടങ്ങളിൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നുള്ള ഗൗരവപരമായ ഒരു പരാതിയുമായിട്ടാണ് എത്തുന്നത് എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ ഒരു മാസത്തിനു ശേഷം മനുഷ്യാവകാശ കമ്മീഷന്റെ അടക്കം വിശദീകരണത്തിന് ശേഷമാണ് ഇത്തരത്തിൽ KCA ഒരു നിലപാട് വ്യക്തമാക്കുന്നത്. ഈ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. മനുവിനെ ഒരു തരത്തിലും സഹായിക്കുന്ന നിലപാടല്ല KCAയുടേത്. മനുവിനെ പുറത്താക്കണം എന്ന് തന്നെയാണ് നിലപാട്. അത് മാത്രവുമല്ല, ഈ കോച്ചാകാനുള്ള യാതൊരു യോഗ്യതയും മനുവിനില്ല എന്ന തരത്തിലുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് KCA. അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു മാസമായിട്ടും ഇത്തരത്തിൽ നിലപാടൊന്നും വ്യക്തമാക്കാതെ, അതുമാത്രവുമല്ല നേരത്തെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്ന, ഒരു പരാതി ഉയർന്ന ഒരാളെ വീണ്ടും ആ സ്ഥാനത്ത് നിയമിക്കുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത്, അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ള തരത്തിൽ ഉയർന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഈ രക്ഷിതാക്കൾ, അതിജീവിതയുടെ രക്ഷിതാക്കൾ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയും സമീപിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതലിടങ്ങളിൽ നിന്ന് മഴ വാർത്തകൾ വരുന്നുണ്ട്. ചാരുമൂട്, താമരക്കുളം, വയ്യാങ്കര എന്നിവിടങ്ങളിൽ 4 മണി തൊട്ട് മഴയാണ് എന്നാണ് ഷാജി പൊയ്കയിൽ ഇപ്പോൾ അറിയിക്കുന്നത്. സജീവ് മാങ്കൂട് ഒരു കാര്യം പറയുന്നുണ്ട്, സ്വന്തം വീട് ഒലിച്ചു പോകും വരെ പലർക്കും മഴ കാമുകയും ഭാര്യയും ഒക്കെയാണ്. എന്തായാലും ഇവിടെ കലഞ്ഞൂർ മാങ്കൂട് രാവിലെ തുടങ്ങിയ മഴയാണെന്ന് പറയുന്നു. പത്തനംതിട്ട റാന്നിയിൽ മിന്നലോട് കൂടിയ മഴയെന്ന് പറയുന്നു. അബൂബക്കർ അറിയിക്കുന്നുണ്ട്, കൊടുവള്ളി, മുക്കം, തിരുവമ്പാടി ആ മേഖലകളിലൊക്കെ പുഴകൾ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ജാഗ്രത നിർദ്ദേശം വേണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അടുത്തൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ യുവമോർച്ചക്കാർ വോട്ട് ചെയ്തു എന്ന ആരോപണത്തിന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എന്തിനാണ് യൂത്ത് കോൺഗ്രസ് തന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതെന്ന് ഇപ്പോൾ ബോധ്യമായെന്നും മന്ത്രി 24നോട് പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഇപ്പോൾ വലിയ വിവാദം, ഏറ്റവും ഒടുവിൽ കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ചു. ഇന്നിപ്പോൾ പറയുന്നത് SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതി ഉണ്ടെന്നാണ്. ഈ 100 കണക്കിന്, 1000 10,000 ആളുകളാണ് ഇടതുപക്ഷത്തേക്ക് പത്തനംതിട്ട ജില്ലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ദിവസവും 2 ദിവസവും ഒന്നുമല്ല, ഈ കഴിഞ്ഞ ഒരു സമീപ വർഷങ്ങളിലൊക്കെ തന്നെ നമുക്കിത് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇതിൽ ചിലരൊക്കെ അസ്വസ്ഥരാകുന്നു എന്നുള്ളതാണ്. കാരണം ഇവരൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തവരാണ്.
ജില്ലാ പ്രസിഡന്റ് വോട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം, 400-ലധികം വോട്ടുകൾ അവരുടെ തെളിവുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന്, ഒരു യുവജന സംഘടന എത്രത്തോളം അധപതിച്ചു എന്നുള്ളതും. ഇതിന് ഉത്തരം തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും പറയണം. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതൃത്വം, യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം തീർച്ചയായിട്ടും മറുപടി പറയണം. ഇതിനാണ് അവർ എതിർത്തത്. വാസ്തവത്തിൽ അവർക്കൊപ്പം നിൽക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. യുവമോർച്ചക്കാരുടെ വോട്ട് വാങ്ങിച്ചു, അതിന് യുവമോർച്ച നേതൃത്വത്തിന്റെ അടക്കം പങ്കുണ്ടായിരുന്നവർ നിർദ്ദേശപ്രകാരമാണ് വോട്ട് ചെയ്തതെന്ന് ഗുരുതരമായ ആക്ഷേപമാണ്. അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണം, അതീവ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണിത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. അടുത്തൊരു റിപ്പോർട്ടിലേക്ക്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ED അന്വേഷണം. നിക്ഷേപം വകമാറ്റി ഉപയോഗിച്ചു എന്നതിലാണ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. EDയുടേത് സാധാരണ നടപടിയെന്നും കൃത്യമായ മറുപടി നൽകി എന്നും ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു. ED 1-1.5 മാസം മുമ്പ് നോട്ടീസ് അയച്ചിരുന്നു. കണക്കുകൾ ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് അയച്ചത്. അതുപ്രകാരം എല്ലാ കണക്കുകളും ഹാജരാക്കി. അതിലൊന്നും യാതൊരു പ്രശ്നങ്ങളില്ല. ഈ മാസം ആ ഫയൽ ക്ലോസ് ചെയ്യുമെന്നും അവരറിയിച്ചിട്ടുണ്ട്. എനിക്കെതിരെ FIR എന്ന് പറയുന്നത് വയനാട് ലോട്ടറി ലോ ഓഫീസർ ഞാൻ ചായപ്പൊടിയൊക്കൊപ്പം കൂപ്പൺ വെച്ച് വിൽക്കുകയും ദിവസേന 25 ലക്ഷം രൂപയോളം സമ്മാനമായിട്ട് ആയിരക്കണക്കിന് പേർക്ക് കൊടുക്കുന്നു. 25 കോടി ബമ്പർ പ്രൈസ് ഓഫർ ചെയ്തു. ഇത് ലോട്ടറിയാണ്, നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് എനിക്കെതിരെ FIR ഇടുകയും ED ഇപ്പോൾ ശ്രീകാന്ത് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ശ്രീകാന്ത്, ഒരു പ്രേക്ഷകന്റെ പ്രതികരണം ഇങ്ങനെയാണ്: ബോച്ചെ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, മാപ്രകൾക്ക് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാൽ ഉറക്കം വരും, അതാണ് കാര്യമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള എന്തെങ്കിലും കുത്തിത്തിരിപ്പാണോ അതോ എന്താണ് ഈ വാർത്ത ശ്രീകാന്ത്? ഉന്മേഷ, നിയമപരമായ കാര്യമാണ്. അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമപ്രവർത്തകരുടെ കടമയുമാണ്. ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി എന്നുള്ളത് വസ്തുതയാണ്. അത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെയാണ് എങ്കിൽ പോലും ക്രമക്കേട് കണ്ടാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കും. അത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഇപ്പോഴെടുത്തിരിക്കുന്നത് ഈ അദ്ദേഹത്തിന്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ്. നിക്ഷേപവുമായി നിരവധി ആളുകളിൽ നിന്നും പണം സ്വീകരിക്കുന്നതും ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നതുമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. നിക്ഷേപം സ്വീകരിക്കുന്നതിലും തുടർന്ന് മറ്റ് ബിസിനസ്സുകളിലേക്ക് വകമാറ്റുന്നതിലും കള്ളപ്പണ ഇടപാടുണ്ടോ എന്നുള്ളതാണ് പരിശോധനാ പരിധിയിൽ വരുന്നത്. നിലവിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന് മുന്നോടിയായുള്ള പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് ഈ അന്വേഷണം ഇപ്പോൾ നടത്തുന്നത്. ക്രമക്കേട് കണ്ടെത്തിയാൽ ബോബി ചെമ്മണ്ണൂരിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യും. അന്വേഷണവും നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ശരി ശ്രീകാന്ത്. ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മളിനി വയനാട്ടിലേക്ക് ഒന്ന് പോവുകയാണ്. വയനാട് കബനിഗിരി മരക്കടവ് ഡിപ്പോ നിവാസികളുടെ സ്വൈര്യ ജീവിതത്തിന് മുകളിൽ ഒരു കരിങ്കൽ ക്വാറി ഇപ്പോൾ വില്ലനായിരിക്കുകയാണ്. ഉഗ്രസ്ഫോടനങ്ങൾ മൂലം ഇവിടുത്തെ വീടുകൾക്ക് തകരാർ സംഭവിക്കുന്നത് തുടർച്ചയായിരിക്കുന്നു. പരാതികൾ അനവധി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഏറ്റവും കൂടുതൽ ഇത് കണ്ടോ പൊട്ടിയേക്കണത്, ഇങ്ങനെ പൊട്ടിയേക്കണു, പിന്നെ അത് പൊട്ടിയേക്കണു. വെടി പൊട്ടുമ്പോൾ ഇങ്ങനെ പടപടാന്ന് നടുങ്ങുക. എനിക്കൊരു കുഞ്ഞു ഭാവിയുണ്ട്. ആ കുഞ്ഞിന് പോലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുന്നതിന് എത്രയെത്ര കഷ്ടപ്പാടാണുള്ളത്. മരക്കടവ് ഡിപ്പോ പ്രദേശത്ത് വീടുകളുടെ സ്ഥിതി ഇപ്പോൾ ഈ വിധത്തിലാണ്. ഇവിടെ വില്ലനാകുന്നത് 7 മാസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ ഒരു ക്വാറി. 7 മാസം മുമ്പാണ് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ മരക്കടവ് ഡിപ്പോയിൽ കരിങ്കൽ ക്വാറി പ്രവർത്തനം തുടങ്ങിയത്. അന്നു മുതൽ തുടങ്ങിയതാണ് നാട്ടുകാരുടെ ദുരിതം. ഉഗ്രസ്ഫോടനത്തിൽ വീടുകളുടെ ഗതി ഈ വിധം. ഇവിടുത്തെ അവസ്ഥ, ഈ ക്വാറിയുടെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ വീടുകൾ മുഴുവൻ ഇങ്ങനെ വീഴാൻ തുടങ്ങിയത്. മിക്കവാറും വീടുകൾക്കൊക്കെ ഉണ്ട്. ഇപ്പം ഇത് തുടങ്ങിയതിന് ശേഷമാണ് ഇത് ഇങ്ങനെ പൊട്ടൽ തുടങ്ങിയത്. ഇപ്പം അകത്ത് കിടക്കാൻ നമുക്ക് പേടിയാകുക. വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകി. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. 20 മീറ്ററോളം വീതിയുള്ള തോട് മണ്ണിട്ട് നികത്തിയെന്നും നാട്ടുകാരുടെ ആരോപണം. ഇതുമൂലം മേഖലയിലെ കൃഷിയെ ബാധിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു.
20 മീറ്റർ ഏകദേശം ഉള്ള തോടാണ്. അതിപ്പോൾ നികത്തിയിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മാറ്റി വിട്ടിട്ടാണ് ഇവിടെ ഖനനം തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ താഴെ കൃഷിസ്ഥലങ്ങളും കുടിവെള്ള സ്രോതസ്സുകളും എല്ലാം ഉണ്ട്. അതിനെല്ലാം ഇത് തടസ്സപ്പെടുത്തിയിട്ടാണ് ഈ ക്വാറി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഈ സ്ഥിതി തുടരാനാകില്ലെന്നും അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ പ്രക്ഷോഭ വഴി സ്വീകരിക്കേണ്ടി വരുമെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. തോട് നികത്തിയതടക്കമുള്ള നിയമലംഘനങ്ങൾ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉചിതമായ നടപടി ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ആ കരിങ്കൽ ക്വാറി എങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അത് ഒട്ടേറെ ജനങ്ങൾക്ക് അവിടെയുള്ളവർക്ക് അത് ഭീതിക്ക് കാരണമാകുന്നുണ്ട്. ഈ സ്ഥിതി തുടരാൻ കഴിയില്ല എന്ന് പ്രദേശവാസികൾ ഒറ്റക്കെട്ടായി പറയുന്നുണ്ട്. അധികൃതർ നടപടിയെടുക്കണമെന്നാണ് അവരുടെ ആവശ്യം. പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ഞങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ ഈ കോറി വന്നതിൻ്റെ ഫലമായിട്ട് വീട് മൊത്തം പൊട്ടി. ഇപ്പം ഞങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. ഞങ്ങൾക്ക് ഇവിടെ കഴിയാൻ വരെ ഇപ്പോൾ ഭയമാണ്. ഇപ്പോൾ ഒരു കുറഞ്ഞ കാലമായിട്ടുള്ളവർ പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് എങ്കിൽ പോലും ഇപ്പം അത് വലിയൊരു ദുരിതം. എല്ലാ വീടുകളും പൊട്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ പൊട്ടി വരുവാണെങ്കിൽ ഏകദേശം ഒരു 2 വർഷം കൊണ്ട് ഈ വീട് മുഴുവൻ നിലം പതിക്കും. അതേപോലത്തെ പൊട്ടലാണ് പൊട്ടിക്കുന്നത്. ഈ കോറിയുടെ പ്രവർത്തനം നിമിത്തം ഈ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. അവർ ഖനനം ചെയ്യാൻ വേണ്ടി കല്ല് പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്യുഗ്ര സ്ഫോടനം മൂലം പ്രദേശവാസികളുടെ വീട് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു പോവുകയാണ്. ഈ നാട്ടിലെ ആൾക്കാരെന്ന് പറയുന്നത് 5 സെൻറ്റ് 10 സെൻറ്റ് ഭൂമിയായിട്ട് ജീവിക്കുന്നവരാണ്. കൂലിപ്പണിയെടുത്തും തൊഴിലുറപ്പും ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇവരുടെ വീട് പോകാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ അടുത്തൊരു ജനകീയ വാർത്തയിലേക്ക് പോകുന്നു. നാടിന്റെ വികസനത്തിനായി പൂർണ്ണ സഹായം നൽകിയ നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത് ശരിയാണോ? ശരിയല്ല എന്ന് തന്നെയാകും എല്ലാവരുടെയും അഭിപ്രായം. എന്നാൽ അങ്ങനെ നാടിന്റെ വികസനത്തിനായി സഹായം നൽകി ദുരിതത്തിലായി കുറേ കുടുംബങ്ങളുണ്ട് ഇപ്പോൾ കരിപ്പൂരിൽ. കരിപ്പൂർ വിമാനത്താവളത്തിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുന്നത്. പുതിയ വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. എയർപോർട്ട് അതോറിറ്റിയുടെ NOC ഇല്ലാതെ വീട് നിർമ്മാണത്തിന് അനുമതി നൽകാൻ കഴിയില്ല എന്നാണ് കൊണ്ടോട്ടി നഗരസഭ വിശദീകരിക്കുന്നത്. വർഷങ്ങളായി താമസിച്ചു വന്നിരുന്ന വീടും സ്ഥലവുമെല്ലാം വിമാനത്താവളത്തിന്റെ റൺവേ നവീകരണത്തിനായി വിട്ടു നൽകി. നഷ്ടപരിഹാരമായി ലഭിച്ച പണം കൊണ്ട് പുതിയ സ്ഥലം വാങ്ങി വീട് വെക്കാൻ നോക്കുമ്പോഴാണ് അടുത്ത പ്രതിസന്ധി. വിമാനത്താവളത്തിന്റെ പരിസരങ്ങളിൽ വീടും മറ്റു കെട്ടിടങ്ങളും നിർമ്മിക്കാൻ എയർപോർട്ട് അതോറിറ്റിയുടെ അനുമതി പത്രം വേണം. പലരും അനുമതി ലഭിക്കാത്തതിനാൽ വീട് നിർമ്മാണം തുടങ്ങി പാതി വഴിയിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭാഗത്തുള്ളവർക്കൊക്കെ NOC ആവശ്യം ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നും നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഇരകളാണ്. കാരണം ഭൂമി വിട്ടുകൊടുത്തു 6-7 മാസമായിപ്പോൾ ഞാൻ NOCക്ക് അപേക്ഷിച്ചിട്ട്. ഇതുവരെ NOC കിട്ടിയില്ല എന്ന് മാത്രമല്ല, വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. പാലക്കപ്പറമ്പ്, ചിറയിൽ, പിലാത്തോട്, മേലങ്ങാടി, മുക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് നിലവിൽ 4 മാസമായി കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിക്കുന്നില്ല. വിഷയം ബന്ധപ്പെട്ട അധികാരികളെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് MP ET മുഹമ്മദ് ബഷീർ 24നോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സംഗതി ഞാൻ വിശദമായിട്ട് APDയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞോട് യോജിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഈ ട്രോളി അത് കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ മേലൊരു ഇതൊന്നും ഇല്ലാതെ ഈ ടർബോളിൻ ഇപ്പോൾ സംഗതി ഒന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ ചെയ്യണം, നിങ്ങൾ തന്നെ മേലധികാരി എന്ന നിലയിൽ നിങ്ങൾ തന്നെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അത് ഏറ്റിട്ടുണ്ട്. പുതിയ വീട് നിർമ്മിക്കാൻ അനുമതി ലഭിക്കാത്തതിനാൽ പലരും വാടക വീടുകളിലാണ് താമസിക്കുന്നത്. വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ നാട്ടുകാർ ഒറ്റക്കെട്ടായി സമരത്തിനിറങ്ങാനാണ് തീരുമാനം. 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അധികൃതരുടെ വീഴ്ചയ്ക്കെതിരെ ശക്തമായ ഭാഷയിലാണ് പൊതുജനം പ്രതികരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ NOC വേണം. ഞങ്ങൾക്ക് NOC ഇതുവരെ കിട്ടിയിട്ടില്ല. വീട് പോയിട്ട് 9 മാസത്തോളമായി. 8 മാസമായി ഞങ്ങൾ ഈ NOCക്ക് കൊടുത്തിട്ട് ഇതുവരെ NOC കിട്ടിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞാൽ ഈ 8-9 മാസം വാടക ചെറിയ മക്കളാണ്.
അവർക്ക് പഠിക്കണം, സ്കൂൾ പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. പെരുവയിലായ പോലെ അയക്കണ്, കുട്ടികളും ഒക്കെ കഷ്ടപ്പെട്ടു എല്ലാം കൊണ്ടും ഇടങ്ങാറായി. ഇപ്പം സർക്കാർ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ്. NOC കിട്ടിയെങ്കിലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഒക്കെ പറയാണ്. നമ്മൾ ആശങ്ക എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട്, അതായത് 2023 നവംബറിലാണ് ഞങ്ങൾ എയർപോർട്ടിനും വേണ്ടിയിട്ട് വികസനത്തിനും വേണ്ടിയിട്ട് സ്ഥലം വിട്ടുകൊടുത്തതും വീട് ഒഴിഞ്ഞു കൊടുത്തതൊക്കെ. കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതിയാണ് ഞങ്ങൾ NOCക്ക് അപേക്ഷിച്ചത്. അതിൻ്റെ സ്ലിപ്പാണിത്. 2023 ഡിസംബർ 8-ാം തീയതി. ഈ 8 മാസമായിട്ട് ഞങ്ങൾക്ക് NOC കിട്ടിയില്ല. സ്ഥലം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, വീട് വെക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. മറ്റൊരു സ്ഥലം എടുത്താണ്ട് അവിടെ വീട് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ വീടെടുക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വീടെടുക്കാൻ പറ്റില്ല. ഇവിടെ NOCൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കൊരു വീട് വെക്കണമെങ്കിൽ അതിന് NOC വേണം. വലിയ തരാന്ന് പറയാൻ, നല്ല വീട് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ കടലാസും കാര്യങ്ങളൊക്കെ അടുത്തുനിന്ന് കിട്ടിയെങ്കിലല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വലിയ ചെന്ന് ചോദിക്കുമ്പോൾ അറിയാം അടുത്ത് തരും എന്ന് പറയാന്നല്ലാതെ ഞങ്ങൾ കോട്ടയത്തിലെ 5-8 മാസമായി. അപ്പോൾ ആ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാകും, അധികൃതർ ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് വരുന്നുണ്ട്. സംസ്ഥാനത്തെ കുട്ടികളുടെയും മുതിർന്നവരുടെയും കെയർ ഹോം നടത്തുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നാണ് ആവശ്യം. കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം, ആശങ്ക വേണ്ട. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതിയ ലസ്റ്റർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്ക് ചുറ്റും പ്രകാശമാകുന്ന, പ്രചോദനമാകുന്ന, സന്തോഷമുണ്ടാക്കുന്ന ചില വാർത്തകളുണ്ട്. അത്തരമൊരു വാർത്തയിലേക്കാണ് ഇനി കാണാം. ബി പോസിറ്റീവ്. യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ കുതിച്ചുചാട്ടത്തിന് പിന്നാലെ സർവീസുകൾ കൂട്ടാൻ ഒരുങ്ങുകയാണ് കൊച്ചി മെട്രോ. തിങ്കളാഴ്ച മുതൽ 12 സർവീസുകൾ അധികമായി ആരംഭിക്കും. കഴിഞ്ഞ 10 ദിവസമായി കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തത് 1 ലക്ഷത്തിലധികം പേരെന്നാണ് കണക്ക്. നേട്ടങ്ങളുടെ പരകോടിയിലാണ് 7-ാം വർഷത്തിലേക്ക് കടന്ന കൊച്ചി മെട്രോ. ഈ വർഷം ഇതുവരെ കൊച്ചി മെട്രോയിലേറിയത് 1,64,27,568 യാത്രക്കാർ. ജൂലൈ 1 മുതൽ ജൂലൈ 11 വരെ 11,99,354 യാത്രക്കാരാണ് കൊച്ചി മെട്രോയിൽ സഞ്ചരിച്ചത്. യാത്രക്കാരുടെ എണ്ണത്തിലെ വർധനവ് കണക്കിലെടുത്താണ് അധിക സർവീസുകൾ ആരംഭിക്കുന്നത്. വളരെ തൃപ്തിയാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഫാസ്റ്റാണ്, എല്ലാം വളരെ നല്ലതാണ്. കുറച്ച് നാളത്തെ ഒരു ബുദ്ധിമുട്ടേ കാണത്തുള്ളൂ. ആ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അവർ 3 years എന്തോന്നില്ലേ പറഞ്ഞേക്കുന്നത്, ആ ഒരു സമയത്തുള്ളൊരു ബുദ്ധിമുട്ടേ കാണത്തുള്ളൂ. പക്ഷേ അത് കഴിയുമ്പോൾ എന്തായാലും നല്ല. നിലവിൽ പ്രതിദിനം 238 സർവീസുകളുണ്ട്. തിങ്കളാഴ്ച മുതൽ അത് 250-ലേക്ക് എത്തും. 7 മിനിറ്റ് 45 സെക്കൻഡാണ് ട്രെയിനുകൾക്കിടയിലെ ദൈർഘ്യം. ഇത് 7 മിനിറ്റായി കുറയും. കൂടുതൽ സുഖകരവും സൗകര്യപ്രദവുമായി യാത്രാനുഭവം ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് KMRL. വിഴിഞ്ഞത്തിന് മുൻപേ സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതികൾ ഒന്നായിരുന്നു കൊച്ചി മെട്രോ. പ്രതിഷേധിച്ചവരും സമരം ചെയ്തവരുമെല്ലാം കൊച്ചി മെട്രോയുടെ ഈ വികസന കുതിപ്പിന് കൈയടിക്കുന്നുണ്ട്. യാത്രക്കാരും പുതിയ മാറ്റങ്ങളിൽ ഹാപ്പിയാണ്. കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അധിക സർവീസുകൾ വരുന്നു എന്നത് യാത്രക്കാരെയും വലിയ സന്തോഷത്തിലാക്കുന്ന കാര്യമാണ്. ആ പ്രതികരണത്തിലേക്കാണ്. നല്ലതാണ്, തീർച്ചയായിട്ടും ഗുണമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പം ട്രാഫിക് ഭയങ്കരമായിട്ട് കൂടുതലല്ലേ. അപ്പം രാവിലെയും വൈകിട്ടും ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമായിരിക്കും. അപ്പോൾ അഡീഷണൽ ആയിട്ട് റവന്യൂ ഓഫീസ് വീണ്ടും കൂട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഗുണമാണ്, കാരണം easy to way ആണല്ലോ. ഈ എടപ്പള്ളിയിലെ ബ്ലോക്ക് വെച്ച് അങ്ങോട്ട് പോകാൻ എനിക്കെപ്പോഴും easy to way മെട്രോയാണ്. തീർച്ചയായിട്ടും ഗുണം ചെയ്യില്ലേ, നമുക്ക് ട്രാഫിക് ഇല്ലാണ്ട് വേഗം എത്താലോ. മെട്രോയിൽ ഇപ്പോൾ നല്ല തിരക്കുണ്ട്, ഇപ്പോൾ വന്നപ്പോഴാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഗുണം ചെയ്യുമല്ലോ. അധിക സർവീസ് ആകുമ്പോൾ നല്ല ക്രൗഡാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് വ്യത്യാസം വരും. ഞാനും ഒക്കെ ബൈക്ക് ഉപയോഗിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ നമ്മൾ അതേപോലെ കുറേ പേര് മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് നല്ല കൺവീനിയൻ്റ് ആണ്. വൈകുന്നേരം ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് കൊച്ചി മെട്രോ ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം കൂടുതൽ സർവീസ് വന്നാൽ തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. ഇപ്പോൾ എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് കാര്യം അറിയിക്കുന്നുണ്ട്. മഴ മൂലം കുണ്ടന്നൂർ തേവര പാലം അടച്ചുകൊണ്ടുള്ള ടാറിംഗ് അറ്റകുറ്റപ്പണികൾ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കാലാവസ്ഥ അനുകൂലമായാൽ പ്രവൃത്തി പുനരാരംഭിക്കും എന്നാണ് അധികൃതർ അറിയിക്കുന്നതെന്നാണ് എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആലപ്പുഴ താമരക്കുളത്ത് നിന്നാണ് നടു റോഡിലെ ഒരു ഞെട്ടിക്കുന്ന സംഭവം ഇന്ന് പുറം ലോകം പറഞ്ഞത്. വാഹനം കടന്നു പോകാൻ സൈഡ് കൊടുത്തില്ല എന്ന പേരിലായിരുന്നു ഒരു അത്യാസന്ന രോഗിയുമായി പോയ ആംബുലൻസ് നേരെയുള്ള യുവാക്കളുടെ അതിക്രമം. ശൂരനാട് സ്വദേശികളായ യുവാക്കളാണ് ആംബുലൻസ് യാത്ര തടസ്സപ്പെടുത്തും വിധം കാർ ഓടിച്ചതും ആംബുലൻസിന് കുറുകെ കാർ വെച്ചതും.
ഇന്നലെ ഉച്ചയ്ക്ക് നടു റോഡിൽ നടന്ന സംഭവം പുറത്തു വന്നത് ഇന്നാണ്. പരാതിക്കാരനെ സ്വാധീനിച്ചും പോലീസിനെ സമ്മർദ്ദത്തിലാക്കിയും ഒരു കേസ് പോലും ഇല്ലാതാക്കിയതിനു ശേഷമായിരുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. കായംകുളത്തിന് സമീപം താമരക്കുളം വയ്യാങ്കരയിലാണ് സംഭവം. ആനേടിയിൽ നിന്ന് സ്ട്രോക്ക് ഉണ്ടായ രോഗിയുമായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ്. ചൂരനാട് നിന്ന് മെത്ത വിൽക്കാൻ കാറിൽ പോയ യുവാക്കളാണ് മാർഗതടസ്സമുണ്ടാക്കിയത്. ആംബുലൻസിന് സൈഡ് കൊടുക്കാതെ കുറേ ദൂരം കാർ ഓടിച്ച് അഭ്യാസ പ്രകടനം നടത്തി. കാറിന് കടന്നു പോകാൻ ആദ്യം ആംബുലൻസ് അവസരമൊരുക്കിയില്ലെന്നതിൻ്റെ പേരിലായിരുന്നു നടു റോഡിൽ ഈ അഭ്യാസം. വയ്യാങ്കരയിലെത്തിയപ്പോൾ കാർ വട്ടമിട്ട് ആംബുലൻസ് തടഞ്ഞ് ഡ്രൈവർ വിഷ്ണുവിനെ കയ്യേറ്റം ചെയ്തു. ഡ്രൈവർ വിഷ്ണു രോഗിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം വൈകിട്ട് തിരികെ എത്തി നൂറനാട് പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു. ഒറ്റപ്പെട്ട പ്രദേശമായതിനാൽ ആളുകൾ അധികം ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പരാതി പിൻവലിച്ചു എന്നും വിഷയം ഒത്തുതീർപ്പാക്കിയെന്നുമാണ് നൂറനാട് പോലീസ് അറിയിക്കുന്നത്. ഇവിടെ പരാതിക്കാരൻ അത് പിൻവലിച്ചതുകൊണ്ട് കേസെടുത്തില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ സമൂഹത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം നടന്നു എന്ന വിവരം ലഭിച്ചാൽ അത് അന്വേഷിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കി കേസെടുക്കാനുള്ള ബാധ്യസ്ഥത പോലീസിനുണ്ട്. ഇവിടെ കാർ തടഞ്ഞതിനേക്കാൾ ഗുരുതരമായ കുറ്റം അതിനു നേരെ മൗനം കാണിക്കുന്ന പോലീസ് നടപടിയാണ്. മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. ഇപ്പോൾ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. കോതമംഗലത്ത് സ്കൂൾ വിദ്യാർത്ഥിയെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്ത വരുന്നു. കള്ളാട് കീഴേത്തുകൂടി ബിനോജിന്റെ മകൻ അഭിമന്യു, 12 വയസ്സാണ്. അഭിമന്യുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് വാർത്ത വരുന്നത്. അസമിൽ ക്ലോക്ക് ടവർ നിർമ്മിക്കാൻ ഗാന്ധി പ്രതിമ നീക്കം ചെയ്ത വിവാദത്തിൽ ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ പ്രതിഷേധിച്ചു. സംഭവത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രതികരണം. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, അസമിലെ ടിൻസുക്കിയ ജില്ലയിലെ ദുമദുമയിൽ ഗാന്ധി ചൌക്കിൽ സ്ഥാപിച്ചിരുന്ന 5.5 അടിയിലേറെ ഉയരമുള്ള ഗാന്ധി പ്രതിമയാണ് കഴിഞ്ഞ ദിവസം മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കം ചെയ്തത്. ഈ പ്രദേശത്ത്, ഈ സ്ഥലത്ത് ഒരു ക്ലോക്ക് ടവർ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഗാന്ധി പ്രതിമ നീക്കം ചെയ്തത് എന്നാണ് അധികൃതർ പിന്നീട് നൽകിയ വിശദീകരണം. ഈ വിഷയമാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ സംഭവത്തിൽ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയും BJP സർക്കാർ ഇത്തരത്തിൽ ക്ലോക്ക് ടവർ നിർമ്മിക്കുന്നതിനായി മഹാത്മാഗാന്ധിയുടെ പ്രതിമ നീക്കം ചെയ്തതിൽ അത്ഭുതമില്ല എന്ന പ്രതികരണം നടത്തിയിരിക്കുകയാണ്. സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ എന്നാൽ ഇത്തരത്തിൽ ഗാന്ധി പ്രതിമ നീക്കം ചെയ്തതിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിച്ചിരിക്കുന്നത്. വിവാദമായ പശ്ചാത്തലത്തിൽ ഈ ക്ലോക്ക് ടവർ സ്ഥാപിച്ചതിന് ശേഷം അതിന് തൊട്ടടുത്ത് തന്നെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുമെന്നാണ് BJP നൽകുന്ന വിശദീകരണം. ശരി ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ ഒരു വാർത്ത സൂചിപ്പിച്ചിരുന്നു. മഴ മൂലം കുണ്ടന്നൂർ തേവര പാലം അടച്ചുകൊണ്ടുള്ള ടാറിംഗ് അറ്റകുറ്റപ്പണികൾ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നു വാർത്ത. എബിൻ ജോസ് ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. എബിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് രാത്രി മുതലായിരുന്നു ഈ കുണ്ടന്നൂർ തേവര പാലം അടച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്ന് വൈകുന്നേരം മുതൽ ശക്തമായ മഴയുള്ളത് കൊണ്ട് തന്നെ ഈ അറ്റകുറ്റപ്പണികൾ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണ്. പുതിയ തീയതി അറിയിക്കുമെന്നാണ് ഹൈവേ വിഭാഗം അറിയിക്കുന്നത്. മഴ മൂലമായാണ് ഈ അറ്റകുറ്റപ്പണികൾ നടത്താൻ തടസ്സം ഉണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഈ പണികൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. മഴ മാറി അനുകൂലമായ കാലാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്ന് ആണ് അറിയിക്കുന്നത്. ഉന്മേഷ്, ശരി, എബിൻ ജോസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.